പെട്രോൾ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. കൂട്ടിയത് 3 രൂപയാണ് എന്നുള്ളതാണ്. നേരത്തെ തന്നെ പെട്രോൾ ഡീസൽ വിലയിൽ വർധനയുണ്ടാകും എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ ഇപ്പോഴിതാ പെട്രോൾ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 3 രൂപയുടെ വർധനവുണ്ടായിരിക്കുന്നു. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുകയാണ്. നോബൽ, ഇതാ 3 രൂപ ഒറ്റയടിക്ക് കൂട്ടുന്നു. നോബൽ, റിജിത്ത്, ഇപ്പോൾ പ്രധാനപ്പെട്ടൊരു തീരുമാനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇന്ധനവില, അതായത് പെട്രോൾ വില 3 രൂപയാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിന് ചർച്ചകൾ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. പെട്രോൾ ഡീസൽ വില വർധനവ് ഉണ്ടാകും, അതോടൊപ്പം തന്നെ ഗാർഹിക പാചകവാതകത്തിന് വില വർദ്ധിക്കും എന്തായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ 3 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പെട്രോളിനാണ് 3 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പ്രധാന തീരുമാനമായാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കാൻ. കാരണം എണ്ണ കമ്പനികൾ, പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ വില വലിയ തരത്തിൽ ഉയർന്നു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇനിയും വില വർധനവില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എണ്ണ കമ്പനികൾ വ്യക്തമാക്കിയത്. പ്രതിമാസം 3000 കോടി രൂപയുടെയൊക്കെ നഷ്ടമുണ്ട് എന്ന് കമ്പനികൾ അവകാശപ്പെടുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇന്ധനവില വർദ്ധിപ്പിക്കുന്നതിനൊരു തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം ഭാഗത്ത് ഉണ്ടായി എന്ന യാഥാർത്ഥ്യമാണ്. നമ്മൾ 5 രൂപ വരെ വില വർധന പ്രതീക്ഷിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ 3 രൂപ വർദ്ധിപ്പിച്ചുള്ള തീരുമാനമാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് ഇന്ധനവിലയിൽ വർധനവ് ഉണ്ടായിരിക്കുന്നു. 100 രൂപയ്ക്ക് അടുത്തേക്ക് പെട്രോൾ വില എത്തുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാന തീരുമാനം, പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിലും ഈ പറഞ്ഞ ഇന്ധന പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി അടക്കം ജനങ്ങളോട് ഇന്ധന ഉപഭോഗം കുറയ്ക്കണം എന്നൊക്കെ ആവശ്യം ഉന്നയിച്ചിരുന്നു. കാരണം ക്രൂഡ് ഓയിൽ വില ഉയർന്നു നിൽക്കുന്നത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ 5 സംസ്ഥാനങ്ങൾ, കേരളം അടക്കമുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ സായ് കുമാർ കൂടി നമുക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സായ്, ഈ തീരുമാനം ഉറപ്പായിരുന്നു, അത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ തന്നെ പ്രധാനമന്ത്രി സ്വയം നിയന്ത്രണം വേണം എന്നുള്ള അഭ്യർത്ഥന രാജ്യത്തെ ജനങ്ങളോട് പറയുന്നത് നമ്മൾ കേട്ടതാണ്. നേരത്തെ ആദ്യഘട്ടത്തിലൊക്കെ ആണെങ്കിൽ ഇന്ധനവില വർധന ഉണ്ടാവില്ല, അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമെന്നൊക്കെ കേന്ദ്രം ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നെങ്കിലും ആ തീരുമാനത്തിലേക്ക് തന്നെ, വിലവർധന എന്ന ഇരുട്ടടി തീരുമാനത്തിലേക്ക് തന്നെ കേന്ദ്രം എത്തുന്നു. സായ്, തീർച്ചയായും റീജിത്ത്, ഇത് അനിവാര്യമായൊരു വിലവർദ്ധനവ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അതായത് നേരത്തെ തന്നെ രാജ്യം പ്രതീക്ഷിച്ചതാണ്. അതിന്റെ എല്ലാ സൂചനകളും പ്രധാനമന്ത്രി നൽകുകയും ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പറഞ്ഞിരുന്നത് നിലവിൽ ഇന്ധനവില വർധനവ് കൂട്ടേണ്ട ഒരു സാഹചര്യം ഇല്ല, അതിനനുസരിച്ചുള്ള ചില നയങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന ഒരു വിശദീകരണം നൽകിയിരുന്നു. പക്ഷേ ഏത് സമയത്തും ഒരു ഇന്ധനവില വർധനവ് രാജ്യം പ്രതീക്ഷിച്ചതാണ്. ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഏകദേശം 3 രൂപ വീതമാണ് പെട്രോളിനും ഡീസലിനും ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത്. ഒരു സംസ്ഥാനത്തും അതാത് സംസ്ഥാനങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സെസ് പ്രകാരമൊക്കെ ഇതിൽ വിലയിൽ മാറ്റം വരും. നിലവിൽ എന്തായാലും പെട്രോളിന് 97 രൂപയിലധികം ആയിരിക്കുന്നു, ഡീസലിന് 90 രൂപ കടന്നിരിക്കുന്നു. അങ്ങനെ വലിയ വില വർധനവ് ഇപ്പോൾ വരികയാണ്. പാചകവാതകത്തിന്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്, വാണിജ്യ സിലിണ്ടറുകൾക്ക് ഏകദേശം 3000 രൂപയുടെ അടുത്തേക്ക് വില വർധനയിരുന്നു. ഇരട്ടിയിലധികം വില കൂട്ടി. അതിന് തൊട്ടുടനെയാണ് ഇപ്പോൾ 3 രൂപ വീതം പെട്രോളിന് ഡീസലിനും വില വർദ്ധിക്കുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത ചിലവ് താളം തെറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. വലിയ വില വർധനവ് ഇതെല്ലാം സമസ്ത മേഖലകളെയും ഇനി ബാധിക്കാൻ പോവുകയാണ്. 3 രൂപ എന്ന് പറയുമ്പോൾ വലിയ വർധനവ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് ആഗോളതലത്തിൽ തന്നെ ഈ പശ്ചിമേഷ്യയിൽ യുദ്ധം ആരംഭിച്ചത് മുതൽ വലിയ പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹോർമോസിലൂടെയുള്ള ചരക്ക് നീക്കമൊക്കെ നിശ്ചലാവസ്ഥയിലായ ഒരു സാഹചര്യമുണ്ട്. ഒരു ലോക്ക്ഡൌണിന് സമാനമായ സാഹചര്യത്തിലേക്കുള്ള നിർദ്ദേശങ്ങളാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നൽകുകയും ചെയ്തത്. സ്വാഭാവികമായും ഇപ്പോൾ പെട്രോളിനും ഡീസലിനും ഒരേ സമയത്ത് വില കൂട്ടിയിരിക്കുന്നു. എണ്ണ കമ്പനികളുടെ ഭാഗത്ത് നിന്ന് വലിയ സമ്മർദ്ദം സർക്കാരിന് മേൽ ഉണ്ടായിരുന്നു വില വർദ്ധിപ്പിക്കുന്നതിന്. കാരണം താങ്ങി നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ട് വില വർധനവ് അനിവാര്യമാണ് എന്നുള്ള സമ്മർദ്ദം കേന്ദ്ര സർക്കാരിന് മേലുണ്ടായിരുന്നു. പക്ഷേ ഒരു തിരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് പെട്ടെന്നൊരു വില വർധനവിലേക്ക്, വില കൂട്ടലിലേക്ക് സർക്കാർ പോയിരുന്നില്ല. പക്ഷേ പ്രധാനമന്ത്രിയുടേതടക്കം പെട്രോളിയം മന്ത്രിയുടേതടക്കം പ്രതികരണങ്ങൾ കൃത്യമായിട്ടുള്ള സൂചനകൾ നൽകിയിരുന്നു. വരും ദിവസങ്ങളിൽ തന്നെ ഇന്ധന വിലയിൽ വർധന ഉണ്ടാകും എന്നുള്ളത് അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഏകദേശം 3 രൂപയോട് പറഞ്ഞതുപോലെ തന്നെ വലിയ സമ്മർദ്ദം ഈ എണ്ണ കമ്പനികളുടെ ഭാഗത്ത് നിന്ന് സർക്കാരിന് മേലുണ്ടായിരുന്നു. കാരണം അത്രമേൽ വലിയ പ്രതിസന്ധിയാണ് പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഈ എണ്ണ വ്യാപാര മേഖലകളിൽ ഉണ്ടായത്. പാചകവാതകം ഒരു കിട്ടാത്തൊരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. അതിൽ വലിയ രീതിയിലുള്ള വില വർധനവ് ഇപ്പോഴുണ്ട്. വാണിജ്യ സിലിണ്ടർക്ക് കുത്തനെ വില കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ സമയം എന്നുള്ളത് ഒരു തിരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് തന്നെ പരമാവധി വില വർദ്ധിപ്പിക്കാതിരിക്കാൻ കേന്ദ്രം ശ്രമിച്ചു. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ പാചകവാതകത്തിന് കുത്തനെ വില കൂട്ടുന്ന ഒരു
സാഹചര്യമുണ്ടായിരുന്നു. അപ്പോഴും പറഞ്ഞിരുന്നത് ഈ ഇന്ധനങ്ങൾക്ക് വില കൂട്ടുന്ന ഒരു നിലയിലേക്ക് പോകില്ല, അത് തടഞ്ഞു നിർത്തുന്നതിനാവശ്യമായ ബദൽ കാര്യങ്ങൾ സർക്കാർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു പെട്രോളിയം മന്ത്രാലയം വിശദീകരിച്ചിരുന്നത്. പക്ഷേ അപ്പോഴും മാധ്യമങ്ങളിൽ കൃത്യമായി തന്നെ വാർത്തകൾ വന്നിരുന്നു ഇന്ധനവില വർധനവ് ഏത് സമയത്തും ഉണ്ടാകും എന്നുള്ളത്. ഇപ്പോഴെന്തായാലും ആ പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഇന്ധനവില കൂട്ടിയിരിക്കുന്നു. 3 രൂപ വീതമാണ് ഇപ്പോൾ പെട്രോളിനും ഡീസലിനും കൂട്ടിയിരിക്കുന്നത്. വലിയ വില വർധനവ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 97 രൂപ പെട്രോളിനും 90 രൂപ ഡീസലിനും ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തന്നെ ഒരു 7 നിർദ്ദേശം ഇപ്പോൾ തിരുവനന്തപുരത്ത് മാത്രം 110 രൂപ 25 പൈസയായി എന്നുള്ളതാണ്. ഡീസൽ വില 99 രൂപ 63 പൈസയും ആ രീതിയിലേക്ക് വില വർധനവ് വരികയാണ്. ഈ വാഹന ഉപയോഗത്തിന്റെ കാര്യത്തിലൊക്കെ കർശന നിയന്ത്രണം വേണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തന്നെ രാജ്യത്തോട് അഭിസംബോധന ചെയ്ത് ഒന്നിലധികം തവണ പറയുകയും ചെയ്തതാണ്. കൃത്യമായി പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്നടക്കം ഇതിൽ ഉണ്ടായിരുന്ന ഒരു മുന്നറിയിപ്പ് രൂപത്തിൽ തന്നെ ഏത് നിമിഷവും ഇത് കൂട്ടാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ അടക്കം വാക്കുകളിലൂടെ രാജ്യം കേട്ടതും. അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇപ്പോൾ എന്തായാലും ഇന്ധനവില കൂട്ടിയിരിക്കുന്നു. 3 രൂപ വീതമാണ് ഇപ്പോൾ പെട്രോളിനും ഡീസലിനും വളരെ പെട്ടെന്ന് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്ന രീതി. ഇപ്പോൾ തന്നെ ഈ വാണിജ്യ സിലിണ്ടറുകളുടെ വില കൂട്ടിയതോടുകൂടി ഹോട്ടലുകളിലടക്കം വില വർധനവ് വന്നിരിക്കുന്നു. പതിയെ പതിയെ മിക്ക ഹോട്ടലുകളിലും ചായക്കടക്കം വില കൂട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇന്ധന വില കൂടി വന്നതോടെ സമസ്ത മേഖലകളിലും ഒരു വിലക്കയറ്റത്തിനുള്ള ഒരു സാധ്യതയാണ് തെളിയുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലേക്കാണ് റിജിത്ത് കാര്യങ്ങൾ പോകുന്നത്. ഇതിപ്പോൾ ഈ പ്രതിസന്ധി എത്ര നാൾ നീളും എന്ന് ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല. ഇപ്പോഴും അവിടുത്തെ യുദ്ധ സാഹചര്യം വെടിനിർത്തൽ ആണെങ്കിൽ പോലും ഹോർമൂസിലൂടെയുള്ള ഇന്ധന കൈമാറ്റം ഇപ്പോഴും കൃത്യമായി നടക്കാൻ തുടങ്ങിയിട്ടില്ല. ഗൾഫ് മേഖലയിലും വലിയ പ്രതിസന്ധിയാണ്. അതിൻ്റെ പ്രത്യാഘാതം ഇപ്പോൾ കുറെ കൂടി രൂക്ഷമായി നമ്മുടെ രാജ്യത്തേക്കടക്കം വരുന്നു എന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. രാജ്യത്ത് ഇന്ധനവില വർദ്ധിക്കുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ റിപ്പോർട്ടും ഉണ്ടായിരുന്നു. 5 മുതൽ 10 രൂപ വരെ വർദ്ധിക്കുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ പെട്രോളിന് 3 രൂപയാണ് കൂട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. നോബൽ മാരിക്കാരനും സായികുമാറുമാണ് വിശദാംശങ്ങൾ നൽകിയത്.